ഹലോ മീഗോസ്, ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ ആയിട്ടുള്ള ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എക്സ്പോയിലെ യമഹയുടെ ആ ഒരു പവലിയനും യമഹ ഷോക്കേസ് ചെയ്തിട്ടുള്ള വണ്ടികളും അതുപോലെ തന്നെ ഈ ഒരു 2025 നമുക്ക് യമഹയുടെ ഏതൊക്കെ വണ്ടികളുടെ ലോഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ആസ് യൂഷ്വൽ യമഹ ഫാൻസിനെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമുള്ള ഒരു സംഭവമൊന്നും ഈ ഒരു എക്സ്പോയിൽ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒന്ന് രണ്ട് യൂണീക്ക് വണ്ടികളൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു യമഹ ഫാൻസിനൊക്കെ ആ ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ലോഞ്ച് കൺഫേം ആയിട്ടുള്ളൊരു അടിപൊളി സാധനമുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ യമഹ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഇറ്റ്സ് മീ ഫ്രാങ്കോ, വെൽക്കം ബാക്ക്. യമഹ ഇന്ത്യ, നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് യമഹ ഫാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, അതായത് നമ്മുടെ R15 V3 V4 ഒക്കെ ഇറങ്ങി ഒന്ന് സാച്ചുറേറ്റഡ് ആയതിന് ശേഷം ഇന്ത്യയിലെ യമഹ ഫാൻസ് അത്ര ഹാപ്പി അല്ല. കാരണം ഒരുപാട് ഫാൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പല വണ്ടികളും ഇന്ത്യയിൽ യമഹ കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ R15 V3 V4 ഒക്കെ അടിപൊളി വണ്ടിയാണെങ്കിലും അത് ഇപ്പം കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പയ്യെ യമഹ ഫാൻസ് തന്നെ ചെറുതായിട്ട് ഹേറ്റേഴ്സൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അതിന് ചെറിയൊരു ആശ്വാസം യമഹ ഫാൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു ഓട്ടോ എക്സ്പോയിൽ കുറച്ച് വണ്ടികളൊക്കെ യമഹ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു എക്സ്പോയിൽ നമ്മുടെ യമഹയുടെ പവലിയൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു 2025 ശരിക്കും നമ്മുടെ യമഹ ഇന്ത്യയുടെ 40th ബർത്ത്ഡേ ആണ്. അതായത് യമഹ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 40 കൊല്ലമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും കാലം യമഹ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐക്കോണിക് വണ്ടികൾ, അതായത് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വണ്ടികളും യമഹ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മുടെ RD350, അതുപോലെ RX100, നമ്മുടെ FZ, അതുപോലെ തന്നെ R15. ഇതിൽ 2 സ്ട്രോക്ക് ബാൻ ചെയ്തതോടുകൂടി RD350 RX100 ഒക്കെ വിത്ത്ഹെൽഡായി. പക്ഷേ FZയും അതുപോലെ തന്നെ R15 ഇപ്പോഴും സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെർഷൻസും മോഡൽസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന 2 മോഡലാണ് ഈ ഒരു FZ R15. അപ്പോൾ ഇത്രയാണ് യമഹയുടെ ആ ഒരു ഹിസ്റ്ററി ആയിട്ട് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് യമഹയുടെ സ്കൂട്ടർ സെക്ഷനിൽ തുടങ്ങാം. സ്കൂട്ടർ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ സ്കൂട്ടർ സെക്ഷനിൽ യമഹ 3 സ്കൂട്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2 നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്, നമ്മുടെ റേസിയാറും അതുപോലെ തന്നെ ഫാസിനോയും. 125cc വരുന്ന 2 സ്കൂട്ടേഴ്സ്, ഹൈബ്രിഡ് സിസ്റ്റം വരുന്ന സ്കൂട്ടേഴ്സാണ് 2. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ ഫ്യൂൽ എക്കണോമിക്ക് തരുന്ന സ്കൂട്ടേഴ്സാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ സെയിം എഞ്ചിനിൽ എല്ലാ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്കൂട്ടർ കൂടെ യമഹ ഇപ്പോൾ ഈ ഒരു എക്സ്പോയിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കൂട്ടർ ഇന്ത്യക്കാർക്ക് പുതിയതാണെങ്കിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരുപാട് കാലം മുന്നേ തന്നെ യമഹ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. ഗ്രാൻഡ് ഫിലാനോ 125 എന്നാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചും കൂടെ യൂട്ടിലിറ്റി സ്പേസ് കൂടുതലാണ്. അതായത് നമ്മുടെ അണ്ടർ സീറ്റ് കപ്പാസിറ്റി ഒക്കെ കുറച്ച് കൂടുതലാണ്. 2 ഹെൽമെറ്റൊക്കെ നമുക്ക് ഈ ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അതിന് മെയിൻ കാരണം ഈ ഒരു സീറ്റിൻ്റെ അടിയിൽ വരുന്ന ഫ്യൂൽ ടാങ്ക് നമ്മുടെ ഫുഡ് ബോർഡ് സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂൽ ഫില്ലിംഗ് ഒക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. ശരിക്കും ഈ ഒരു വണ്ടി യമഹ കുറച്ച് കാലം മുന്നേ തന്നെ ലോഞ്ച് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിനി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും ലോഞ്ച് കൺഫേംഡ് ഒന്നുമല്ല, പക്ഷെ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഒരു ഫ്രണ്ട് ഫ്യൂലിംഗ് സെറ്റപ്പ് ആൾറെഡി ഇന്ത്യയിൽ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മുടെ TVS Jupiter അങ്ങനെ ഏതൊരു മോഡലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിന്. പിന്നെ ഈ ഒരു വണ്ടിയുടെ മെയിൻ സംഭവങ്ങൾ യൂട്ടിലിറ്റി തന്നെയാണ്. ബാക്കി 125cc വരുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ്. യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ മെയിനായിട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് യൂട്ടിലിറ്റി സ്പേസുകൾ വരുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കാറിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയും ഈ ഒരു 2025 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവുന്നുള്ളത് നമുക്ക് കണ്ടെന്ന് അറിയേണ്ടി വരും. പൊതുവെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഹൈബ്രിഡ് സംഭവം കുറച്ചും കൂടെ അടിപൊളിയാണ്. എൻ്റെ കയ്യിൽ ആൾറെഡി റേസിയാർ ഉണ്ട്, സംഭവം നല്ല രീതിയിൽ മൈലേജൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്കൂട്ടർ സെക്ഷനിലുള്ള കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട്. നമ്മുടെ എയറോക്സിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന എയറോക്സ് ആൾറെഡി ഇന്ത്യയിലുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ NMAX 155, അതായത് ഈ സെയിം എയറോക്സിൻ്റെ സെയിം എഞ്ചിനും സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന NMAX 155 ആ ഒരു
ബോഡിയിലും റൈഡിങ് പോസ്റ്ററിലും മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. എയറോക്സ് കുറച്ചും കൂടെ സ്പോർട്ടിയാണ്. ഇത് കുറച്ചും കൂടെ ഒരു ടൂറിങ് കമ്മ്യൂട്ടിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു റൈഡിങ് സ്റ്റാൻസ് ഒക്കെ വരുന്ന ഒരു സ്കൂട്ടറാണ്. ഇതും ടൂറിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. പക്ഷേ ജസ്റ്റ് ഫോർ ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ലോഞ്ച് ചെയ്യില്ല എന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷേ വന്നാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ R15ൻ്റെ കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ വെർഷൻ, R15M കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ വെർഷൻ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ആൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതാണ്. R15ലും പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നുമില്ല. മേ ബി കുറച്ച് നല്ല കളർ ഓപ്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു അസംഷൻ പറഞ്ഞതാണ്. പിന്നെ യൂഷ്വലി യമഹ എല്ലാ ഇവൻറ്റ്സിലും ഷോക്കേസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ R7, MTO7, MTO9, അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിലുള്ള R3, അതുപോലെ തന്നെ MTO3 ഒക്കെ ഈ ഒരു ഇവൻറ്റിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും കാര്യമായിട്ട് ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. R3ലും അതുപോലെ തന്നെ MTO3ലൊന്നും ചേഞ്ചസ് ഒന്നുമില്ല, സെയിം വണ്ടികൾ തന്നെയാണുള്ളത്. പിന്നെ ബാക്കി വലിയ വണ്ടികളൊന്നും ഇന്ത്യയിൽ വരാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒറ്റയടിക്ക് പെട്ടെന്ന് ഒരു സൂപ്പർ ബൈക്കിലേക്ക് ഇനി യമഹ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു സെഗ്മെൻ്റൊക്കെ ആൾറെഡി ഇവിടെ കൈയടക്കി വെച്ച ഒരുപാട് ടീംസ് ഉണ്ട്, നമ്മുടെ കവാസാക്കിയും ട്രയംഫൊക്കെ. അപ്പോൾ അവരുടെ ഇടയിൽ അത്രയും കോമ്പറ്റീറ്റീവായിട്ട് പെട്ടെന്ന് ഒരു ദിവസം യമഹ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സൂപ്പർ ബൈക്ക് സെഗ്മെൻറ്റിൽ. പിന്നെ നമ്മുടെ മോട്ടോ GPയിലെ 2 വണ്ടികൾ, അലക്സ് റിൻസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫാബിയോ കട്ടറാറൊക്കെ യൂസ് ചെയ്യുന്ന ആ വണ്ടികളും അവരുടെ റേസിംഗ് ഷൂട്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ വന്നൊരു ആനിമേ സീരീസ് ഉണ്ടായിരുന്നു, അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് യമഹ മോട്ടോർസൈക്കിൾ ഉണ്ട്, ഒരു ഇലക്ട്രിക് ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി, അതും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ നല്ല കിഡിലൻ 2 വണ്ടികൾ യമഹ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഇന്ത്യയിൽ കാണാത്ത 2 വണ്ടികളാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ FZയുടെ ഹൈബ്രിഡ് വേരിയൻറ്റ്, ഈ ഒരു വെർഷനിലാണ് എനിക്ക് കൂടുതൽ പ്രതീക്ഷ ഉള്ളത് ഇന്ത്യയിൽ. കാരണം അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് പൊതുവെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള എല്ലാവരുടെയും ഒരു എക്സ്പെക്റ്റേഷൻസ്. പൊതുവെ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും യമഹ ഇതൊന്നും അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈബ്രിഡ് FZയിലാണ് എനിക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ളത്. നമ്മുടെ യൂഷ്വൽ സ്റ്റാർട്ടർ മോട്ടോർ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു ഹൈബ്രിഡ് മോട്ടോർ നമ്മുടെ എൻജിനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിങ്ങിലൊരു സ്പെഷ്യൽ സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലെ ടാങ്കിൻ്റെ സൈഡിലും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇപ്പം ഈ ഒരു ടാങ്കിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ R15M വരുന്ന ആ ഒരു സെയിം മീറ്റർ കൺസോൾ ഈ ഒരു വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ R15M വരുന്ന സ്വിച്ച് ഗിയേഴ്സ് എല്ലാം തന്നെ ഈ ഒരു വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം FZ വേർഷൻ 4 വന്നിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രീമിയം ആയിട്ട്. ഇപ്പം ഈ ഒരു വെർഷൻ കാണുമ്പോൾ ഇത് അതിനെക്കാട്ടിലും ഒരു പ്രീമിയം ആയിട്ടാണ് യമഹ കൊണ്ടുവന്നിട്ടുള്ളത്. ഹൈബ്രിഡാണ്, അതുപോലെ തന്നെ പ്രീമിയം ആണ്. കാരണം കംപ്ലീറ്റ് സെറ്റപ്പുകളെല്ലാം തന്നെ ഒരു പ്രീമിയം സെറ്റപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്കവാറും ഇതിന് നല്ല പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവാൻ ചാൻസ് കുറവാണ്. കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ള FZയുടെ അതേ റേറ്റിലാണ് ഇത് വരുന്നത് വെച്ചെങ്കിൽ അടിപൊളിയാവും. കാരണം ഹൈബ്രിഡാണ്. കറൻ്റ്ലി തന്നെ FZയിൽ ഏകദേശം 55 ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 60 to 70 ഒക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ഫാസിനോരും റാസിയറിലൊക്കെ കിട്ടുന്ന പോലെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാവും. പക്ഷേ ഇതിന് ചെറിയൊരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ റാസിയും അതുപോലെ തന്നെ ഫാസിനൊക്കെ ഓടിച്ചവർക്ക് അറിയാൻ പറ്റും, ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടാണ് യമഹ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് ഭയങ്കര ലീനിയറാണ്. ഭയങ്കര ലീനിയറാണ്, ഇത് ഓടിച്ചവർക്ക് മനസ്സിലാവും. അപ്പോൾ കറൻ്റ്ലി FZ കമ്പ്യൂട്ടർ സെഗ്മെൻ്റ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു ടൂറിങ് കേപ്പബിൾ ആണ് വണ്ടി. ആ രീതിയിലുള്ള ഒരു മിഡ് പെർഫോമൻസും ആ ഒരു ഇനീഷ്യൽ ടോർക്കൊക്കെ ഒരു അത്യാവശ്യത്തിനുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൂർ ചെയ്യാൻ പറ്റും FZയിൽ. മിക്കവാറും ഈ ഒരു ഹൈബ്രിഡ് വരുമ്പം ഈ ഒരു പെർഫോമൻസിൽ നല്ല ചേഞ്ചസ് വന്ന് ഈ ഒരു മിഡ് പെർഫോമൻസിലും അതേപോലെ ഇനീഷ്യലിയുള്ള ആ ഒരു ടോർക്കിലൊക്കെ ഒരുപാട് കോംപ്രമൈസസ് വന്നു കഴിഞ്ഞാൽ ഇതൊരു പക്കാ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ എനിക്കുണ്ട്. എന്തായാലും ഈ ഒരു മിഡ് പെർഫോമൻസിലൊന്നും വലിയ ചേഞ്ചസ് ഇല്ലാതെയാണ് യമഹ ഇത് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ ഇതൊരു പക്കാ ഹിറ്റാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ലോഞ്ചൊന്നും വന്നിട്ടില്ല, പ്രൈസും കാര്യങ്ങളൊക്കെ വന്നാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. മിക്കവാറും ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു FZ. ഈ സെയിം സംഭവം തന്നെ നമ്മുടെ FZXലും വരുന്നുണ്ട്. അതായത് FZXും രണ്ടും സെയിം എൻജിനും കാര്യങ്ങളും സെയിം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ FZയിൽ വരുന്ന ഈ ഒരു ഹൈബ്രിഡ് വെർഷൻ, പ്രീമിയം ആയിട്ട് വരുന്ന ഈ ഒരു ഹൈബ്രിഡ് വെർഷൻ അതേപോലെ തന്നെ FZXലും ഉണ്ട്. സെയിം ആയിട്ട് ഹൈബ്രിഡ് എൻജിനും അതുപോലെ തന്നെ ആ ഒരു TFT
കളർ ഡിസ്പ്ലേയും R15 വരുന്ന ആ ഒരു കളർ ഡിസ്പ്ലേയും അതേപോലെ തന്നെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ളൊരു എഫ് ജി എക്സിൻ്റെ ആ ഒരു മോഡൽ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടില്ല, പക്ഷേ അത് യമഹ ലോഞ്ച് ചെയ്യും. ഇനി നമുക്ക് യമഹയുടെ മോസ്റ്റ് അവൈറ്റഡ് മോട്ടോർ സൈക്കിൾസ്, അതായത് ഒരുപാട് യമഹ ഫാൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അത്രക്കും എക്സ്പെക്റ്റേഷൻസ് ഉള്ള 2 വണ്ടികൾ യമഹ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യമഹയുടെ അഡ്വഞ്ചർ സെഗ്മെൻറ്റ് തന്നെയാണ്. ശരിക്കും ഒരുപാട് പേര് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടികൾ തന്നെയാണിത്. കാരണം നമുക്കറിയാലോ, അഡ്വഞ്ചർ സെഗ്മെൻറ്റ് അത്രക്കും ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ടൈമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഈ ഒരു 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അത് വൻ ഹിറ്റാവാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ യമഹ അത് കൊണ്ടുവരാൻ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ഇനി സർപ്രൈസ് ആയിട്ട് വരുമോ എന്നറിയില്ല. എന്തായാലും ആ വണ്ടികൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ ടെനറെ 700ഉം അതുപോലെ തന്നെ നമ്മുടെ ലാൻഡർ 250, നമ്മുടെ FZ25ൻ്റെ സെയിം എഞ്ചിനിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന അഡ്വഞ്ചർ വണ്ടി, ഒരു ഡുവൽ സ്പോർട്ട് അഡ്വഞ്ചർ, നമ്മുടെ കവാസാക്കിയുടെ KLX ഒക്കെ പോലെ ഒരു ഡുവൽ സ്പോർട്ട് അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ FZ25ൻ്റെ എഞ്ചിൻ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ആ ഒരു എഞ്ചിൻ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കേപ്പബിൾ ആണോ എന്നുള്ളത്. നല്ല അടിപൊളി ഫീൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു രക്ഷയില്ല. കാരണം അതിൻ്റെ ടോർക്കും ആ ഒരു എല്ലാ ഗിയറിലും നല്ല രീതിയിൽ ടോർക്കുള്ള ഒരു വണ്ടിയാണ് FZ25. അപ്പോൾ ഇതിലൊരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ശരിക്കും ആ ഒരു എഞ്ചിന് ഇന്ത്യയിൽ കുറച്ചും കൂടെ സക്സസ്ഫുൾ ആവുക ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കറൻ്റ്ലി നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബ്രസീലിലൊക്കെ ഈ ഒരു വണ്ടി ഒരുപാട് കാലമായിട്ടുണ്ട്. ശരിക്കും ഈ ഷോക്കേസ് ചെയ്തതല്ല ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ആൾറെഡി അപ്ഡേറ്റഡ് ആയിട്ട് വന്നതാണ്, കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വന്നതാണ്. പക്ഷേ എന്തോ പൊതുവെ ഇന്ത്യയിൽ അവർ കൊണ്ടുവരാണെങ്കിലും കുറച്ച് പഴയ വെർഷൻസാണ് കൊണ്ടുവരൽ. ഇപ്പോൾ R3 തന്നെ ഒരുപാട് കാലമായി ഈ ഒരു പുതിയ വെർഷൻ വന്നിട്ട്, പക്ഷേ ഇന്ത്യയിലേക്ക് ഈ അടുത്താണ് അവർ ഇമ്പോർട്ടഡ് വെർഷൻ ആയിട്ടെങ്കിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലേറ്റസ്റ്റ് വെർഷൻ ഫുൾ ഡിസൈൻ ചേഞ്ച് ചെയ്ത് R3 വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലാൻഡറും അവർ ഷോക്കേസ് ചെയ്തിട്ടുള്ളത് പഴയ വെർഷനാണ്. ഇത് കുറച്ചും കൂടെ ആ ഒരു FZ25ൻ്റെ അതേ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു മോഡലാണ്. ടാങ്കൊക്കെ ആ ഒരു സിമിലർ പാറ്റേണിൽ വരുന്ന ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു ലോങ്ങർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ലാൻഡർ 250 വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മുടെ എക്സ്പൾസിന് വലിയൊരു അടിയായിരിക്കും. കാരണം FZ25ൻ്റെ ഏകദേശം സിമിലർ പ്രൈസിലാണ് യമഹ ഇത് ഇറക്കുന്നത് വെച്ചെങ്കിൽ അത് വന്നായിരിക്കും. നമ്മുടെ എക്സ്പൾസിൻ്റെ കഥ വളരെ കഷ്ടത്തിലാവും പിന്നെ മിക്കവാറും. പക്ഷേ ആസ് യൂഷ്വൽ നമ്മുടെ R15ൻ്റെ ഒക്കെ റേറ്റ് അറിയാലോ, 2.5 ലക്ഷമാണ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലാൻഡറിനും മിക്കവാറും ആ ഒരു സെയിം ഫിഗറിൽ തന്നെ ആയിരിക്കും റേറ്റ് എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതായത് ഏകദേശം 2.5 ലാക്ക് തന്നെ ആയിരിക്കും ഓൺ റോഡ് വരുന്നത്. ഒരു 2 ലാക്ക് ഓൺ റോഡിലേക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഈ ഒരു എക്സ്പൾസിനൊക്കെ നല്ല കോമ്പറ്റേറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. എന്തായാലും നോക്കാം നമുക്ക്. ഇത് വരുമോ ഇല്ല എന്നുള്ളത് കൺഫേം അല്ലാത്തതുകൊണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് വെറുതെ നമ്മുടെ ആ ഒരു യമഹനോടുള്ള ഒരു താല്പര്യം കളയണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിന് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഈ ഒരു വണ്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒരു വേറെ വീഡിയോ ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ ടെനറെ 700, ആ ഒരു 700cc സെഗ്മെൻറ്റിലെ അടിപൊളി അഡ്വഞ്ചർ ബൈക്കാണ്. ഒരുപാട് നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ടെനറിനെ കുറിച്ച് ആൾറെഡി ഒരു ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടെനറയിൽ 689cc പാരലൽ ട്വിൻ ക്രോസ് പ്ലെയിൻ എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു ക്രോസ് പ്ലെയിൻ എഞ്ചിൻ ആയതുകൊണ്ടും ഈ ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ കാറ്റഗറിയിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഒരു ടോർക്കും ആ ഒരു പവറൊക്കെ നമുക്ക് എല്ലാ റേഞ്ചിലും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേറെയും ഒരുപാട് യുണീക്ക് ഫീച്ചേഴ്സ് ഉള്ളൊരു മോട്ടോർ സൈക്കിളാണ് ടെനറെ 700. അതിലേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ വരുന്നില്ല. ഇന്ത്യൻ ലോഞ്ച് കൺഫേം ആവുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ കാൾ ഓഫ് ദി ബ്ലൂവിൻ്റെ ആ ഒരു പുതിയ എന്തൊക്കെ വന്നപ്പം അതിലൊക്കെ നമ്മുടെ ടെനറെ 700 ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാൻഡർ അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല ക്ലൂസ് തന്ന് യമഹ ഒരു കുറേ കാലമായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇതൊരു പറ്റിക്കലുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലാൻഡർ ആ ഒരു കാൾ ഓഫ് ദി ബ്ലൂ ആനന്ദത്തിൽ ലാൻഡർ അവർ ഷോക്കേസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ടെനറേക്കും അതുപോലെ തന്നെ XSRനും അതിൽ ക്ലൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പം ടെനറ എവിടെയുണ്ട്, പക്ഷേ XSR ഈ ഒരു പരിസരത്ത് പോലും XSRൻ്റെ ഒരു മോഡലും ഇല്ല. XSRും ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. പക്ഷേ യമഹക്ക് ആൾറെഡി നമ്മുടെ ആ ഒരു 155 പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വണ്ടികൾ ഉണ്ട് കറൻ്റ്ലി. നമ്മുടെ R15, MT, എയറോക്സ്. അപ്പോൾ ഇതിലേക്ക് XSR കൂടെ കൊണ്ടുവരാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ എന്തോ യമഹ ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ യമഹ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ലാൻഡർ 250 അതുപോലെ തന്നെ XSRും പിന്നെ ആ ഒരു ഫിലാനോ ആ സ്കൂട്ടറും
അതുപോലെ തെനറയൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ ഇതിൽ ഈ ഒരു ഹൈബ്രിഡ് FZX-ഉം അതേപോലെ തന്നെ ഹൈബ്രിഡ് FZ ആണ് ഈ ഒരു 2025 എന്തായാലും കൺഫേം ആയിട്ടുള്ളത്. ആ 2 വണ്ടികൾ എന്തായാലും യമഹ ലോഞ്ച് ചെയ്യും. ഫിലാനോ നമ്മുടെ 125cc സ്കൂട്ടർ സെഗ്മെൻറ്റിനും ചാൻസസ് കൂടുതലാണ്, അതും യമഹ ലോഞ്ച് ചെയ്യും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഈ ലാൻഡർ 250 അതുപോലെ തന്നെ NMAX 155 ഒക്കെ അതുപോലെ XSR 155 കൂടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചാൻസസ് കുറവാണെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ യമഹേന്ന് അങ്ങനെ ഒരു കൺഫർമേഷനൊന്നും വന്നിട്ടുമില്ല, അതുകൊണ്ട് നമുക്കൊന്നും പറയാനും വയ്യ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വരികയാണെങ്കിൽ അതൊരു അടിപൊളി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ ടെനറേൻ്റെ കാര്യം കൺഫേം അല്ല, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ വയ്യ. കാരണം ആൾറെഡി ഇന്ത്യയിൽ 700cc സെഗ്മെൻറ്റിലെ വണ്ടികളൊന്നും തന്നെ ലോഞ്ച് ചെയ്തില്ല. അതുകൊണ്ട് ടെനറെ വരികയാണെങ്കിൽ എന്തായാലും നമ്മുടെ R7ഉം MT-07 കൂടെ ഇന്ത്യയിൽ വരും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ആ ഒരു 700cc കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ അവർ കൊണ്ടുവരികയാണെങ്കിൽ ഒരുമിച്ചേ കൊണ്ടുവരുള്ളൂ, ആ ഒരു ട്വിൻ സിലിണ്ടർ ക്രോസ് പ്ലെയിൻ എഞ്ചിനുള്ള വണ്ടികൾ. ആസ് യൂഷ്വൽ ഈ ഒരു 2025ഉം യമഹ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പ്രതീക്ഷ ഒക്കെ നൽകി. യമഹ ഫാൻസിനെ പറ്റിക്കോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം യമഹ ഫാൻസിനെ പറ്റിക്കോ ഇല്ല എന്നുള്ളത്. പൊതുവെ യമഹ ഫാൻസ് ഡ്രോപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു യമഹയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന വണ്ടി ഏതാണോ, അത് ഇന്ത്യയിൽ വരുമോ ഇല്ല എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ.